ഹലോ ഗൈസ്, ഇന്ന് ഞാൻ സോളോ ലെവലിങ്ങിൽ മൊണാർക്സും റൂളേഴ്സും അവരുടെ ചരിത്രത്തെയും കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിന് മുമ്പ് ആനിമെ കണ്ടന്റ് കാണാൻ താല്പര്യമുള്ള ഒരു അനിമെ ലവറാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ റൂളേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ആബ്സൊല്യൂട്ട് ബീങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സോളോ ലെവലിങ്ങിലെ ദൈവം ഉണ്ടാക്കിയത് ഇവർ ഈ മോണാർക്സിന്റെ കട്ട ശത്രുക്കളുമായിരുന്നു. ഹിസ്റ്ററി കാലത്തിന്റെ തുടക്കം വെളിച്ചവും ഇരുട്ടും നിലനിന്നിരുന്നു. ആബ്സൊല്യൂട്ട് ബീയിങ് ആയിട്ടുള്ള നമ്മുടെ ദൈവം വെളിച്ചത്തെ വേർതിരിച്ച് റൂളേഴ്സും ഇരുട്ടിനെ വേർതിരിച്ച് മൊണാർക്സുമാക്കി രൂപപ്പെടുത്തി. മൊണാർക്സ് ലോകത്തെ നശിപ്പിക്കാനായിരുന്നു ഉടലെടുത്തിരുന്നത്, പക്ഷേ അതേസമയം റൂളേഴ്സ് ആ ലോകത്തെ സംരക്ഷിക്കാനായിരുന്നു നിലനിന്നിരുന്നത്. കാലക്രമേണ തന്നെ അവർ ഇരുവരും യുദ്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെയിരുന്നു. പതിറ്റാണ്ടുകൾ നീണ്ടു നിന്നിരുന്ന യുദ്ധത്തിന് ശേഷവും യുദ്ധത്തിന്റെ വിജയത്തിന്റെ ലക്ഷണമോ ഇരുവർക്കും കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നിർത്തുവാനും ഈ രക്തപ്പുഴ ഒഴുക്കുന്നത് നിർത്തുവാനും വേണ്ടി റൂളേഴ്സ് നമ്മുടെ ആബ്സൊല്യൂട്ട് ബീയിങ് ആയിട്ടുള്ള ദൈവത്തിന് വേണ്ടി മൊണാർക്സിനെ എന്നേക്കുമായി കൊന്നു തീർക്കാനുള്ള ശക്തിക്ക് വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷേ ആബ്സൊല്യൂട്ട് ബീയിങ് നിശബ്ദത പാലിച്ചു. അതുകൊണ്ട് തന്നെ റൂളേഴ്സ് വിശ്വസിക്കുകയാണ് ഈ ആബ്സൊല്യൂട്ട് ബീയിങ് മൊണാർക്കും തമ്മിലുള്ള യുദ്ധം ഒരിക്കലും നിൽക്കുന്നത് ആബ്സൊല്യൂട്ട് ബീയിങ്ങിന് ഇഷ്ടമില്ലെന്ന് അവർ സ്വയമേ വിശ്വസിക്കുന്നു. അബ്സൊല്യൂട്ട് ബീയിങ് ആയിട്ടുള്ള ദൈവം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ യുദ്ധത്തിന് ഒരിക്കലും ശമനമുണ്ടാവില്ലെന്ന് വിശ്വസിച്ച 8 റൂളേഴ്സിൽ 7 പേരും ദൈവത്തിനെതിരെ തിരിഞ്ഞു. ആഷ്ബോൺ ആയിരുന്നു ഏറ്റവും അവസാനത്തെ, അതുപോലെ തന്നെ ഏറ്റവും ശക്തിശാലിയുമായിട്ടുള്ള റൂളർ. അവന്റെ ലോയൽറ്റി ഒരിക്കലും തിരിച്ചില്ല. അതുകൊണ്ട് തന്നെ അവൻ മറ്റുള്ളവരെ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ എന്നിരുന്നാലും മറ്റുള്ളവരെല്ലാവരും കൂടെ ഇവനെ കീഴ്പ്പെടുത്തുകയും മരണത്തിന് വേണ്ടി ഉപേക്ഷിക്കുകയും ചെയ്തു. ആഷ്ബോണിന് അവന്റെ മുറിവുകൾ ഉണക്കാനും അതേസമയം തന്നെ ഷാഡോ മോണാർക്കിലോട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിലും അവൻ യുദ്ധകളത്തിൽ എത്തിയ സമയം കൊണ്ട് തന്നെ ആബ്സൊല്യൂട്ട് ബീയിങ് ആയിട്ടുള്ള ദൈവം മരിച്ചിരുന്നു. ഇപ്പൊ ആബ്സൊല്യൂട്ട് ബീയിങ് ആയിട്ടുള്ള ദൈവം ജീവനോടെ ഇല്ല. അതുകൊണ്ട് തന്നെ റൂളേഴ്സിന് മൊണാർക്സിനെ വേട്ടയാടുകയും അതുപോലെ തന്നെ അവരുടെ മൊണാർക്കായ ലജിയനെ ജീവനോടെ പിടികൂടാനും സാധിച്ചു. ഇത് അവരുടെ യുദ്ധത്തിന്റെ ദിശ തന്നെ മാറ്റിമറിച്ചു. ആഷ്ബോൺ കൂറുമാണാൻ നിർബന്ധിതനായി. ആഷ്ബോൺ ബാരനെ കൊന്നു. അതുകൊണ്ട് തന്നെ റൂളേഴ്സ് എല്ലാം അവന്റെ മുമ്പിൽ വരികയും അവനോട് നിന്ന് ക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്തു. ആദ്യമൊന്നും ആഷ്ബോൺ സമ്മതിച്ചിരുന്നെങ്കിലും ക്രമേണ അവന്റെ മനസ്സ് മാറി. അതുകൊണ്ട് തന്നെ ആഷ്ബോൺ സ്വന്തം ഷാഡോ ആർമി നിർമ്മിക്കാൻ വേണ്ടി യുദ്ധകളം വിട്ട് ഒളിവിൽ പോയി. അതേസമയം റൂളേഴ്സിന് മൊണാർക്സിനെ തോൽപ്പിക്കാനും അതേസമയം തന്നെ അവരെ ഈ ലോകത്തിനിടയിലുള്ള ക്രാക്കിലേക്ക് പോകാനും നിർബന്ധിതരാക്കിയ റൂളേഴ്സ്. കാലങ്ങൾക്ക് ശേഷം റൂളേഴ്സ് തിരിച്ചറിയുകയാണ് മോണാർക്സ് ഹ്യൂമൻസിനെ എല്ലാവരെയും തുടച്ചു നീക്കിക്കൊണ്ട് അവരുടെ ഒരു ആർമി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന്. ഇതിന് തടസ്സമിടാൻ റൂളേഴ്സ് ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ മൊണാർക്സിന്റെ പ്ലാനിന് റൂളേഴ്സ് തടസ്സമിടാൻ പരാജയപ്പെട്ടപ്പോൾ ആബ്സൊല്യൂട്ട് ബീയിങ് ആയിട്ടുള്ള ദൈവത്തിന്റെ കപ്പ് ഓഫ് റീഇൻകാർണേഷൻ ഉപയോഗിച്ച് റൂളേഴ്സ് 10 വർഷം പിന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് റൂളേഴ്സിന് ജയിക്കാൻ വേണ്ടി ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ടാക്കി കൊടുക്കുമെന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ അവർ തിരിച്ചറിയുകയാണ് എത്ര വർഷം പിന്നോട്ട് പോയിരുന്നാലും ആരൊക്കെ ജയിച്ചിരുന്നാലും മനുഷ്യരാശിയുടെ അവസാനം ഉറപ്പാണെന്ന്. കപ്പ് ഓഫ് റീഇൻകാർണേഷൻ സ്വയമേ ദൈവം ഉണ്ടാക്കിയതായിരുന്നിട്ടും അതിനുപോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നില്ല. മെയിൻ സ്റ്റോറി ലൈനിന് 10 വർഷം മുമ്പേ റൂളേഴ്സ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ മോണാർക്സുമായിട്ടുള്ള യുദ്ധത്തിൽ മനുഷ്യരാശി ജയിക്കാൻ വേണ്ടി ഇനോർമസ് ആയിട്ടുള്ള മാജിക്കൽ ബീറ്റ്സും അതുപോലെ തന്നെ മാജിക്കൽ ഐറ്റംസ് ആയിട്ടുള്ള മാന എല്ലാം ഹ്യൂമൻ വേൾഡിലോട്ട് പാസ് ചെയ്ത് തുടങ്ങിയിരുന്നു. അതേസമയം തന്നെ റൂളേഴ്സ് അവരുടെ ശക്തി 7 മനുഷ്യർക്ക് വേണ്ടി വീതിച്ചു കൊടുത്തു. ഇവരൊക്കെയായിരുന്നു പിന്നീട് ലോകത്തിലെ ഏറ്റവും നല്ല ഹണ്ടേഴ്സായി മാറി വരുന്നത്. എന്നിരുന്നാലും ഈ 7 മോണാർക്സിനും ആഷ്ബോൺ ആരുടെ സൈഡായിരുന്നു എന്ന് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റൂളേഴ്സ് അവരുടെ 7 ഹണ്ടേഴ്സിൽ നിന്നും ഒരാളോട് ഷാഡോ മോണാർക്ക് ജനിക്കുന്ന മുമ്പ് തന്നെ അതിനെ കൊല്ലാൻ വേണ്ടി ദൗത്യമേൽപ്പിച്ചു. വീക്ക്നെസ്സസ്. ഈ റൂളേഴ്സ് സ്പിരിച്വൽ ക്രീച്ചേഴ്സ് ആയിരുന്നെങ്കിലും അവർക്കൊരു ഓർഗാനിക് ഫോം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഹ്യൂമൻ വേൾഡിലോട്ട് ഹ്യൂമൻ്റെ ശരീരമില്ലാതെ നേരിട്ട് വരാൻ കഴിയുമില്ലായിരുന്നു. ഈ മോണാർക്സിനെ പോലെ അല്ലാതെ ഈ റൂളേഴ്സ് എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഈ ഹ്യൂമൻസിന്റെ ബോഡിയെ കടമെടുത്തുകൊണ്ട് അവർ ഹ്യൂമൻ വേൾഡിലോട്ട് വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹ്യൂമൻ ബോഡി മരിച്ചിരുന്നാലും ഉള്ളിലുള്ള റൂളറിന് ജീവിക്കാൻ കഴിയുമായിരുന്നു. എന്നിരുന്നാലും അവരുടെ ഫുൾ ശക്തി ഹ്യൂമൻ വേൾഡിലോട്ട് എനേബിൾ ചെയ്യാൻ അവരെ തടസ്സപ്പെട്ടിരുന്നു. ഈ റൂളേഴ്സിന്റെ ശക്തി പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഹ്യൂമൻ ബീയിങ് ആയിരുന്നെങ്കിൽ അവൻ ഈസി ആയിട്ട് തന്നെ മരണപ്പെടുകയും അതുപോലെ തന്നെ ബാറ്റിൽ ഫീൽഡിൽ അവന്റെ പൂർണ്ണമായിട്ടുള്ള ശക്തി പുറത്തെടുക്കാനും അവന് കഴിയുമുണ്ടായിരുന്നില്ല. അതിന് തെളിവായിട്ട് തന്നെ മോണാർക്സിനെതിരെയുള്ള യുദ്ധത്തിൽ 4 ഹ്യൂമൻ വെസൽസ് തന്നെ മരിച്ചിരുന്നു. പക്ഷെ ആഷ്മോൺ അവന്റെ സിസ്റ്റം വെച്ച് തന്നെ ജിൻമോനെ കൂടുതലായി പരിശീലനം കൊടുത്തതിനാൽ അവന് ഈസി ആയിട്ട് തന്നെ ജിൻമോങ്ങിന് മൊണാർക്സിനെ കൊല്ലുവാനും അതിനെ കീഴ്പ്പെടുത്താനും കഴിയുമായിരുന്നു.
8 ഹ്യൂമൻ വെസൽസ് ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ ആഷ്മോണിന്റെ വെസലായിരുന്നു സങ് ജിങ്ബോ, പിന്നെ ഉള്ളത് തോമസ് ആൻഡ്രേ, ലീ സിങ് സ്വാങ്, ക്രിസ്റ്റഫർ റീഡ്, സിദ്ധാർത്ഥ് ബച്ചൻ, സങ് ടു ഹാങ്, ഗോഗുൻ ഹി, ജോണസ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.